നിപ ബാധിച്ച വളാഞ്ചേരി സ്വദേശിനിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ 49 പേരാണുള്ളത്. ഇതിൽ രോഗലക്ഷണങ്ങളുള്ള 6 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ അടുത്ത കുടുംബാംഗങ്ങളായ 12 പേരടക്കം 45 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ്. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ചെറിയ വില, വലിയ സെലക്ഷൻ. എടപ്പാളിന്റെ മനസ്സറിഞ്ഞ ആത്മബന്ധം. സാറ സിൽക്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. നിപ ബാധിച്ച് ചികിത്സയിലുള്ള 42-കാരിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. ഏപ്രിൽ 25-ന് പനി ആരംഭിച്ച യുവതി 26-നാണ് വളാഞ്ചേരിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയത്. അടുത്ത ദിവസം വീട്ടിൽ വിശ്രമിച്ച ശേഷം 28-ന് വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. 29-ന് വീട്ടിൽ നിന്ന് സുധർമ്മ ലാബിൽ പരിശോധന നടത്തി വീണ്ടും ആദ്യം ചികിത്സ തേടിയ സ്വകാര്യ ക്ലിനിക്കിലെത്തി. 30-ന് ബ്രദേഴ്സ് ലാബിലും യുവതി ചികിത്സ തേടി. 1-ന് വീണ്ടും ക്ലിനിക്കിലെത്തിയ യുവതി അവിടെ നിന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. സമ്പർക്ക പട്ടികയിലുള്ള 49 പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതിൽ രോഗലക്ഷണങ്ങളുള്ള 6 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ, ഈ വിട്ടുപോയിട്ടുള്ളവർ, ഇനി ആരൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ പൊതുജനാരോഗ്യ അധികാരി എന്നുള്ള നിലയിൽ DMOയ്ക്കും ആ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ചെറിയ രോഗലക്ഷണങ്ങളുള്ള 5 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു. ഇതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിലുള്ള എറണാകുളം ജില്ലക്കാരിയായ സ്റ്റാഫ് നഴ്സും ഐസൊലേഷനിലാണ്. ഇവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ളവരിൽ 12 പേർ അടുത്ത കുടുംബാംഗങ്ങളാണ്. ഇവരടക്കം 45 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 3 പേരും, വളാഞ്ചേരിയിലെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാളും, പെരിന്തൽമണ്ണ ആശുപത്രിയിൽ 25 പേരും, 2 ലാബുകളിലായി 2 പേരും, ഒരു മെഡിക്കൽ സ്റ്റോറിൽ 2 പേരും എന്നിങ്ങനെ ആകെ 45 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത്. ലോ റിസ്ക് വിഭാഗത്തിൽ 4 പേരും നിരീക്ഷണത്തിലുണ്ട്. ആരോഗ്യവകുപ്പിനോട് വിവരങ്ങൾ പങ്കുവയ്ക്കാത്തവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം, പൊതുജനാരോഗ്യ നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ, DMO എന്നിവർ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. രോഗിയുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേരള വിഷൻ, മലപ്പുറം.